ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ അഖിൽസ് വ്ലോഗ്. ഇന്ന് നമ്മൾ വാഗമണിലോട്ടൊരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ. നമ്മൾ കാറിലാണ് വാഗമൺ പോകുന്നത്. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ നല്ല മഴയുള്ള ടൈമിലാണ് നമ്മൾ വാഗമൺ പോകുന്നത്. നല്ല അടിപൊളി സീനറീസാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി ഗ്രീനറിയാണ്. പോകുന്ന വഴിയെല്ലാം നല്ല തേയിലത്തോട്ടങ്ങളാൽ മൂടപ്പെട്ട നല്ല അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ ഈ ഒരു വാഗമൺ ട്രിപ്പ്. വാഗമണിൻ്റെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മഞ്ഞൊക്കെ ഉള്ള ടൈമിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല നല്ല അടിപൊളി സീനറിയൊക്കെ സൂപ്പറാണ് കേട്ടോ. ഞങ്ങൾ പോകുന്ന ടൈമിലെന്ന് പറഞ്ഞാൽ നല്ല മഴയുള്ളൊരു ടൈമിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോഴെന്ന് പറഞ്ഞാൽ നല്ല ക്ലൈമറ്റൊക്കെ അടിപൊളിയാണ്. മഞ്ഞൊക്കെ നല്ല മഞ്ഞൊക്കെ മൂടി നിൽക്കുന്ന ഒരു ടൈമാണ്. നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ചെറിയ വഴിയാണ്. അപ്പോൾ സൂക്ഷിച്ച് തന്നെ വണ്ടി ഓടിക്കണം. എതിര് വരുന്ന വണ്ടിക്ക് സൈഡ് എന്തായാലും കാണത്തില്ല. അതുകൊണ്ട് നമ്മുടെ സൈഡിൽ ഓവർടേക്കൊന്നും ചെയ്യാതെ വെറുതെ സൂക്ഷിച്ച് മാത്രം ഓടിക്കണം. മഞ്ഞ് കൂടുതലുണ്ടായതുകൊണ്ട് എതിര് വരുന്ന വണ്ടിയൊക്കെ കാണാനൊക്കത്തില്ല. സൂക്ഷിച്ച് തന്നെ എന്തായാലും വണ്ടി ഓടിക്കുക. എയർപിന്നൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. ചെറിയ റോഡായതുകൊണ്ട് നമ്മൾ കെയർഫുള്ളായിട്ട് വണ്ടി ഓടിക്കുക. ഞങ്ങൾ രാവിലെ ഇറങ്ങിയോണ്ട് ഒത്തിരി ടയേർഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് ഒതുക്കി. ഞങ്ങൾ ഈ ഒരു ലൊക്കേഷൻ, ഈ ഒരു സീനറി എന്തായാലും അടിപൊളിയായിട്ട് ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ. അടിപൊളി സീനറി ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. നല്ല ഫുൾ ഗ്രീനറിയാണ് കേട്ടോ ലൊക്കേഷൻ. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ പോകുന്ന ടൈം എന്തായാലും കറക്റ്റ് ടൈമിലാണ് ഞങ്ങൾ എന്തായാലും പോകാനൊത്തത്. അതുകൊണ്ട് ഞങ്ങൾ മഴയും അതുപോലെ തന്നെ മഞ്ഞും എല്ലാം നമുക്ക് കാണാനൊത്തു. ഞങ്ങൾ പോയ ടൈമെന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങ് പൈൻ വാലിയിൽ പോയി. പൈൻ വാലിയിൽ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. മഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മഞ്ഞാണ് ഇവിടെ ഫുള്ള്. പിന്നെ മഴയൊക്കെ പെയ്തുകൊണ്ട് വെള്ളച്ചാട്ടമൊക്കെ പാറയിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ സൂപ്പറാണ് കേട്ടോ. അവർ കാണാനും നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. നല്ല മഴയുണ്ടായത്. ഈ ഒരു മെയിൻ സ്പോട്ടാണ് തങ്ങൾപ്പാറ. എല്ലാവരും കേട്ടിട്ടുള്ള സ്ഥലമാണ് തങ്ങൾപ്പാറ. തങ്ങൾപ്പാറ മുകളിൽ മഴ പെയ്തുകൊണ്ട് മഞ്ഞും അതുപോലെ തന്നെ തങ്ങൾപ്പാറയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടം നമുക്ക് ഇതിൽ കാണാനൊക്കെ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മളുള്ളത് പരുന്തുംപാറയിലാണ് കേട്ടോ. പരുന്തുംപാറയിലെന്ന് പറഞ്ഞാൽ കാറ്റെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ തണുപ്പൊക്കെ മഞ്ഞൊക്കെ ഇങ്ങനെ കോടയൊക്കെ ഇങ്ങനെ വരുന്നൊരു ടൈമാണ്. ഏകദേശം 4 മണി 5 മണി ടൈമിലാണ് ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത്.
കാറ്റെന്ന് പറഞ്ഞാൽ നമുക്ക് സൂക്ഷിച്ച് തന്നെ നിൽക്കണം കേട്ടോ. നമ്മൾ വീണ്ടും പോയി കഴിഞ്ഞാൽ നേരെ താഴോട്ട് പോകും.